അപ്പൊ നോക്കണേ മക്കളെ, എൻ്റെ ബാക്കിൽ കാണുന്ന ആ ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് കേട്ടോ ഞാൻ +2 പഠിച്ചത്. അവിടെ ഇപ്പോൾ ക്ലാസ് ഒന്നും നടക്കുന്നില്ല കേട്ടോ, അത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കണ്. അപ്പോൾ അവിടെ ആ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പിൽ ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ അല്ലേ, അതായിരുന്നു ഞങ്ങളെ ഗ്രൗണ്ട്. അവിടെ ഒരുപാട് ഓടി കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പഴയ കുറേ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു കേട്ടോ. ഇനി ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഇല്ലേ, ഇവിടെയായിരുന്നു ഞങ്ങൾ +1 ക്ലാസ് റൂം ഉണ്ടായിരുന്നത്. ഇവിടെ 2-3 ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ക്ലാസ് റൂം ആയിരുന്നു ഞങ്ങളെ +1. അപ്പോൾ ഇതിന്റെ മുമ്പിലൂടെ ഇങ്ങനെ തോട് ഒഴുകുന്നുണ്ട്. ഇതിന്റെ ബാക്കിലായിട്ട് ഒരു വയലുണ്ട്, അതിന്റെ തൊട്ടടുത്തൊരു കുളമുണ്ട്. അപ്പോൾ വയല്, തോട്, കുളം ഇങ്ങനെ എല്ലാം കൂടി പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ +2 കാലഘട്ടം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കിണർ കണ്ടില്ലേ, ഈ കിണറൊന്നും അന്നില്ല കേട്ടോ, അതിപ്പോൾ കുഴിച്ചതാണ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്താണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വയല്. ആ വയലിലേക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നോക്കിക്കൂട്ടെ, ഞങ്ങൾ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി റോട്ടുക്കും തോടുക്കൊക്കെ നോക്കിക്കും. എന്നിട്ട് സാറുമാരേന്ന് കുറേ ചീത്തൊക്കെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തോട് കാണുന്നില്ലേ. ഇതിന്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ട് കേട്ടോ. ഈ പള്ളി സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പള്ളി തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു നമ്മളെ സ്കൂൾ ബസ് നിർത്തിയിട്ടിരുന്നത്. ഇപ്പോൾ ഈ കിണറുള്ള ഭാഗവും അതുപോലെ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഈ പാടത്തേക്ക് ഇങ്ങനെ വരും. പാടത്തിൻ്റെ വക്കിലും പാടത്തേക്ക് ഇറങ്ങും, ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യും. വൈകുന്നേര സമയത്തും അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങി കുറേ സമയം ഇരുന്ന് കളിക്കും, സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ കളിച്ചിരുന്നത്, നിങ്ങൾ സ്കൂൾ ബസ് എവിടെ നിർത്തിയിട്ടിരുന്നത്, അങ്ങനെ ഓരോ സംശയങ്ങൾ മക്കൾക്ക്. നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു ആകാംക്ഷയായിരിക്കും അവർക്ക്, സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ജനലൊന്നും അന്ന് പൊട്ടിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ പൊട്ടിയതാണ് അതൊക്കെ. അപ്പോൾ ഈ ക്ലാസ് റൂമും ഈ പരിസരവും ചുറ്റുപാടൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്, ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് കൂടെ പഠിച്ച കുട്ടികളും പഠിപ്പിച്ച അധ്യാപകരും ക്ലാസ് റൂമിലുണ്ടായ രസകരമായിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ. ഈ തോട് കണ്ടില്ലേ, കൂടുതൽ സമയം എനിക്ക് തോന്നുന്നത് ഈ തോടിൻ്റെ വക്കത്താണ് നിൽക്കുക. അവിടെ ഒരു കമ്പിയുണ്ട്, ആ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഒഴിവുള്ള സമയത്തും ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ അവിടെ വന്നിരിക്കും. ഈ ക്ലാസ് റൂമൊക്കെ കടക്കാനുള്ള ഡോറാണ് കേട്ടോ അത്. ആ തോട് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്ക് പോവല്. പിന്നെ ഇവിടെ ഈ പള്ളീൻ്റെ സൈഡിലായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. ഞങ്ങളെ കമ്പ്യൂട്ടർ ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചില സമയത്തൊന്നും ഞങ്ങൾ പോകില്ല, കുറച്ച് കുട്ടികൾ പോകും, കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. എന്നിട്ട് സാറ് വന്ന് ചീത്ത അറിയും, അപ്പോഴാണ് പിന്നെ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്യുക. അന്ന് പിന്നെ കുറച്ച് സമയം കിട്ടി നമ്മൾ സംസാരിക്കാൻ നിൽക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഞാൻ മക്കൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. എനിക്കും കുറേ സംഭവങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തി. എന്താ പറയുക, കുറേ കളിച്ചതും ചിരിച്ചതും പഠിച്ചതും ഒക്കെ ഇങ്ങനെ വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ വയ്യ ഞങ്ങളോട്. അത്രക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമായിരുന്നു കേട്ടോ. സങ്കടമുണ്ട്, എല്ലാവരും മിസ്സായല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. ഇന്നും ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ, ഞങ്ങളെ +2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. എന്തായാലും അവരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്കും വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഈ പഠിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് പിന്നെ ആ സ്കൂളിൻ്റെ നമ്മൾ കണ്ടില്ലേ ബിൽഡിങ്, അതിൻ്റെ ആ ബാക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോഴേക്ക് ഇരുട്ടിയിരുന്നു കേട്ടോ, നേരെ ഇരുട്ടി. വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത്, ഒരു 5 മണി 5:30 ആയപ്പോൾ. അപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കുമല്ലോ, അപ്പോൾ ഇരുട്ടായിരുന്നു. ഇരുട്ടായപ്പോൾ ഞങ്ങൾ റോട്ടിലേക്ക് കയറി. റോഡാണ്.
സ്കൂളൊക്കെ കാണാൻ പോയി രാത്രിയായിട്ടോ. ഞങ്ങളിങ്ങനെ തിരിച്ച് റോട്ടിൽ കയറിയതാണ്. ഇപ്പോൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരുപാട് തവണ നടന്ന് വന്നതാട്ടോ. ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുറേ നടക്കണം. ഇന്ന് നടക്കാനൊന്നും വയ്യ. ഇന്ന് ഭയങ്കര കിതപ്പ്. അന്നൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കും. ഇപ്പം നമുക്ക് എവിടെ പോകണമെങ്കിലും വണ്ടി വേണമല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കയറ്റാണ് കേട്ടോ. ആ കയറ്റം കയറുമ്പോൾ നല്ല കിതപ്പ്.